നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ ഒരു പ്രശ്നവും ഷാനിയില്ല. നിങ്ങളിപ്പം ഒരു മനുഷ്യന് ഏതാണ്ട് 3 ആഴ്ചയിലേറെയായി ഈ കേസ് അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പ്രതിനിധിയാണെന്ന് ഉൾപ്പെടെ നിങ്ങൾ ആക്ഷേപിക്കാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം പറയാം ഷാനി, നിങ്ങൾ അപ്പോളജൈസ് ചെയ്യേണ്ടി വരും അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ മുന്നണിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുമെല്ലാം. കാരണം എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഇതിനകത്ത് ജലീൽ ഇത്രയും ദിവസം തന്നെ ജലീലിനെ പിടിക്കണമെങ്കിൽ പിടിച്ചാൽ പോരെ? ഈ നിമിഷം വരെ ജലീലിനെതിരെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ നാളെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നാളെ കോടതിക്കകത്ത് തന്നെ ഈ മൾട്ടിപ്പിൾ ഏജൻസീസ് വീണ്ടും ഫയൽ ചെയ്യാൻ പോവാണ്, ചാർജുകൾ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് നാളെ വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഞാൻ ഒരു കാര്യം പറയാം, ഈ മനോരമ നിങ്ങളുടെ പാനലിനോടോ അവതാരകയോടല്ല, മറിച്ച് ഇത് കാണുന്ന വ്യൂവേഴ്സിനോടാണ് വളരെ വളരെ വിനയത്തോടെ ഞാൻ പറയാം, ജലീൽ ഇതിനകത്ത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ജലീൽ ഈ കോൺസുലേറ്റുമായി ബന്ധമുള്ള UAE കോൺസുലേറ്റുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. സുൽത്താൻ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ജലീൽ നന്നായി അറബി സംസാരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ വഖഫ് മന്ത്രി എന്ന നിലക്ക് അദ്ദേഹമാണ് അന്ന് ആ ടീമിനകത്ത് ഗവൺമെൻറ് ഭാഗമായി ആ ടീമിനെ റിസീവ് ചെയ്യാനുണ്ടായത്. കോൺസുലേറ്റുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അദ്ദേഹം വഖഫിൻ്റെ മന്ത്രിയാണ്. UAE കോൺസുലേറ്റ് കൊടുത്ത പാക്കറ്റാണ്, ഖുറാൻ പാക്കറ്റുകളാണ് അത് കൈമാറിയത്. 250 പാക്കറ്റുകളാണ് വന്നത്. 32 പാക്കറ്റ് മാത്രമാണ് ജലീലിന് നൽകിയത്. ഞാൻ ഒന്നുകൂടി വ്യൂവേഴ്സിന് വേണ്ടി, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, മനോരമ വ്യൂവേഴ്സിന് വേണ്ടി, ഖുറാൻ വന്നത് മാർച്ച് 4-ന്, ഖുറാൻ ജലീലിന് കൈമാറിയത് മെയ് 27-ന്, സ്വർണം പിടിക്കുന്നതും വന്നതും ജൂലൈ 5-ന്. ഇതെങ്ങനെ ഇന്റർ കണക്റ്റഡ് ആവുക? നിങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ജൂലൈ 5-ന് പിടിച്ചതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്നല്ലേ? ജലീലിനെ പരിഹസിച്ചപ്പോൾ, ജലീലിനെതിരെ ഒരു സ്വർണ്ണക്കിറ്റ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചപ്പം പരിഹാസ സ്വരത്തിൽ ജലീൽ പ്രതികരിച്ചിട്ടുണ്ട്. മറിച്ച് ഖുറാന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തി എന്ന ഷാജിയുടെ പ്രസംഗം എൻ്റെ മനസ്സിലിപ്പോഴുണ്ട്. ഇസ്ലാം പറഞ്ഞത് അറബി പഠിപ്പിക്കണം എന്ന ശിക്ഷയായി നൽകിയത്, തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അറബി പഠിപ്പിക്കണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പറഞ്ഞ് ഖുറാന്റെ മറവിൽ ആക്ഷേപിച്ചത് ആദ്യം KM ഷാജി എന്ന മുസ്ലിം ലീഗിന്റെ നേതാവാണ്. മുസ്ലിം ലീഗിന്റെ ഇമ്മച്യൂർ ലീഡർഷിപ്പ്, ഞാൻ അടിവരയിട്ട് പറയുന്നു, അപക്വമായ നേതൃത്വം, ആ അപക്വമായ നേതൃത്വമാണ് പരിശുദ്ധ ഖുറാൻ വിവാദത്തിലേക്ക് വലിച്ചു വെച്ചത്. RSS വലിച്ചു വെക്കും അബ്ദുറഹിമാൻ രണ്ടത്താണി. അവർക്ക് ചില ഒളി അജണ്ടയുണ്ട്. ആ ഒളി അജണ്ടയിൽ പരിശുദ്ധ ഖുറാനെ കൊണ്ടുപോയി വെച്ചു കൊടുത്തത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എന്താണ് ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്? ഇവിടെ പറഞ്ഞു ഞങ്ങൾ അടിച്ചിട്ട് കടപ്പുറത്ത് ആരെങ്കിലും പോയി ഇറക്കുമോ? അബ്ദുറഹിമാൻ രണ്ടത്താണി, കടപ്പുറത്തേക്ക് ആരെങ്കിലും പോയി ഇറക്കുമോ? ഈ പരിശുദ്ധ ഖുറാന്റെ കേന്ദ്രമാണ് സൗദി അറേബ്യയും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ. അവിടേക്ക് ഇവിടുന്ന് അച്ചടിച്ചു കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞാൽ അബ്ദുറഹിമാൻ രണ്ടത്താണിക്ക് സമാധാനിക്കാതെ വിശ്വസിക്കുക എന്നുള്ളത്. ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞു വരുന്നവരൊക്കെ ഖുറാൻ കൊണ്ടുവരുന്നില്ലേ? നിങ്ങൾ ആക്ഷേപിക്കുന്നത് പരിശുദ്ധ ഖുറാനാണ്. ഈ പരിശുദ്ധ ഖുറാൻ ഒന്ന് മനസ്സിരുത്തി വായിച്ചെങ്കിൽ, പരിശുദ്ധ ഖുറാൻ ഒന്ന് വായിക്കാനും പഠിക്കാനും ലീഗ് നേതൃത്വം തയ്യാറായിരുന്നെങ്കിൽ ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കും. നിങ്ങൾക്ക് ബോധ്യമില്ലാത്ത ആക്ഷേപം നിങ്ങൾ ഉന്നയിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് ബോധ്യമില്ല. ഇനി കള്ളക്കടത്തിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു, എന്നെ കൊണ്ട് ഷംസീർ, എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ എല്ലാവരും ഇന്ന് മുഖ്യമന്ത്രിയും ആവർത്തിച്ച് പരിശുദ്ധ ഖുറാനെ കുറിച്ച് പറഞ്ഞല്ലോ. ഷംസീർ, എനിക്കൊരു സംശയമുണ്ട്. ഈ പരിശുദ്ധ ഖുറാനെ കുറിച്ച് ആരാണ് ആക്ഷേപം ഉന്നയിച്ചത്? ഷംസീർ, ആരാണ് ആക്ഷേപം ഉന്നയിച്ചത്? ഖുറാനെ കുറിച്ച് ആരാണ് ആക്ഷേപം ഉന്നയിച്ചത്? പരിശുദ്ധ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് KM ഷാജി, അത് ആവർത്തിച്ചത് VK ഫിറോസ്, തുടർന്ന് കുഞ്ഞാലിക്കുട്ടി. ഉപയോഗിട്ടാവും വായന, സിനിമ കാണുക, സംഗീതം കേൾക്കുക, സ്റ്റാമ്പ് കളക്ഷൻ നടത്തുക, കോയിൻ കളക്ഷൻ നടത്തുക. അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് ഹോബിയാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. KS അബ്ദുള്ള അറിയോ ഷാനിക്ക്? കല്ലട്ടറെ അറിയോ ഷാനിക്ക്? ചന്ദ്രികയ്ക്ക് ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, മൂസ. ആരാ? ഇവരൊക്കെ സ്വർണ്ണക്കള്ളക്കടത്തുകാരാ. ഇനി മലപ്പുറത്തും അതുപോലെ പലയിടങ്ങളിലും കള്ളക്കടത്ത് കേസിനകത്ത് പിടിക്കപ്പെടുന്നവരാരാ? ലീഗിന്റെ പ്രമുഖന്മാരാ. ഈ കേസിനകത്ത് 24 പേർ പിടിക്കപ്പെട്ടു. ആരാ പിടിക്കപ്പെട്ടവർ? ഭൂരിഭാഗവും ലീഗാ. ഇതിനകത്ത് ഗോൾഡ് എങ്ങോട്ട് പോകും നിങ്ങൾ ആരും അന്വേഷിക്കുന്നുണ്ടോ? നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ് മനോരമ പുറത്തുവിടുന്നതെങ്കിൽ ഈ വാർത്ത പുറത്തു കൊണ്ടുവരേണ്ട. ഇവിടത്തേക്ക് സ്വർണ്ണം പോകുന്നത് നിങ്ങൾ അന്വേഷിച്ചില്ലല്ലോ. 2014 മുതൽ 20 വരെ 5 വർഷക്കാലം, 2015 മുതൽ 16,000 കിലോഗ്രാം സ്വർണ്ണമാണ് വന്നത് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിൽ. 16,000 കിലോഗ്രാം. ഏതാണ്ട് 800 ആളുകൾ കസ്റ്റഡിയിലെടുത്തു. അവരൊക്കെ ഇവിടെ പോയി. ഇവിടെ ഇപ്പോൾ ഇന്ത്യൻ ഇക്കോണമിയെ ഡീസ്റ്റാബിലൈസ് ചെയ്യാൻ വേണ്ടി സ്വർണ്ണം ഇറക്കുന്നു എന്നല്ല പറഞ്ഞത്. 16,000 കിലോഗ്രാം സ്വർണ്ണം ഇറക്കിയതിൽ ഈ 16,000 കിലോഗ്രാമിൽ ഭൂരിഭാഗവും പോയത് ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. എന്താ BJP അതിനെക്കുറിച്ച് മിണ്ടാത്തത്? ഗുജറാത്ത് ഗോൾഡ് സ്മഗ്ലിംഗിന്റെ ഹബ്ബാണ്. മഹാരാഷ്ട്ര ഗോൾഡ് സ്മഗ്ലിംഗിന്റെ ഹബ്ബാണ്. BJP കേന്ദ്രമാണ് ഗോൾഡ് സ്മഗ്ലിംഗിന്റെ ഹബ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഞങ്ങൾ പറയുന്നത് അന്വേഷണം നടക്കണം, പ്രതികളെ പിടിക്കണം. ഇത് ലൈവാക്കി നിങ്ങളിപ്പോൾ നിർത്തുന്നുണ്ടല്ലോ. ഇതിലെ പ്രതികളെ, ഈ സോഴ്സ് കൂടി നിങ്ങൾ കണ്ടെത്താൻ, അന്വേഷണ ഏജൻസി കണ്ടെത്തുന്ന അഭിപ്രായം ഞങ്ങൾക്കുള്ളത്. കൃത്യമായി പിടിക്കണം. ഇനി ഇതിനകത്ത് ഇപ്പോൾ ടെറർ ലിങ്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? ടെറർ ലിങ്ക് ഉണ്ടെങ്കിൽ അതും പിടിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, ടെറർ ലിങ്ക് ഇല്ലെങ്കിൽ ഈ കേസ് തന്നെ നിൽക്കില്ല. UAPA
UAPA സെക്ഷൻ വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ടെറർ ലിങ്ക് വേണം. ടെറർ ലിങ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം NIA-ക്കാണ്. NIA അന്വേഷിക്കട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിലൊരു പ്രജുഡിസ് മുൻവിധിയേയില്ല. ഏത് മൾട്ടിപ്പിൾ ഏജൻസി അന്വേഷിച്ചാലും പ്രതികളെ പിടിച്ചോട്ടെ. താങ്കൾ ഒരു ചോദ്യത്തിന് പ്രതിയും ഉത്തരം സംരക്ഷിക്കുന്ന പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയല്ല. നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, നിങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്നാണ്. കേരളത്തിലെ മാധ്യമങ്ങളോട് താങ്കൾ ആവശ്യപ്പെട്ടത് ഈ പണം, ഈ സ്വർണം എങ്ങോട്ടൊക്കെ പോകുന്നു, കേരളത്തിൽ എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത് കണ്ടുപിടിച്ചിട്ടാണോ ഇത് പറയുന്നത്? കുറെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇനിയും കണ്ടെത്തണം. ഞാൻ പറയുന്നത് പാരലൽ ഗോൾഡ് സ്മഗ്ലിംഗ് അല്ലെങ്കിൽ ഇക്കണോമിയെ തകർക്കാൻ ശ്രമിക്കുന്ന അവസാനിക്കണം. ഒരു സംശയം വേണ്ട. അതിൽ ഞാൻ പറയും ഫോർത്ത് എസ്റ്റേറ്റ് ആണല്ലോ, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ പർട്ടിക്കുലർ കേസിനകത്ത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, അന്വേഷണം നടക്കണം പ്രോപ്പറായി. പക്ഷെ ഇതിനകത്ത് ജലീലിനെ കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്ന എന്തിനാ? ജലീൽ വിരോധം മാത്രമാണ്. ഇവിടെ ഈ പറഞ്ഞല്ലോ, ഖുറാനകത്ത് കടത്തിയത് കുഞ്ഞാലിക്കുട്ടിയല്ലേ പറയാൻ ശ്രമിച്ചത്? അങ്ങനെ ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ ഗോൾഡ് വെക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് പുതിയ അറിവാ. അത് അവനവന്റെ ശീലമുള്ള ആൾക്കാർക്ക് അത് പറയാൻ പറ്റും. ഞങ്ങൾ ഇത്